ഓക്കെ, നമ്മുടെ മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി 25th ടൈം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21? അതായത് 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ നമ്മൾ പുതിയൊരാളെ പഠിക്കുകയാണ്. എന്നാം പദം കാണുന്ന വിധം. ഓക്കെയാണേ. അപ്പോൾ എന്നാം പദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളത് പറയുകയാണ് 25ാം പദം കാണുക. ഓക്കെയാണേ. 100ാം പദം കാണുക. നമ്മളിത് കാണാൻ പറയുന്നതാണ് ഏത്? എന്നാം പദം. ആ എന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നാം പദം കണ്ടുപിടിക്കാൻ എന്നാം പദം. അപ്പോൾ എന്നാമത്തെ ടേം TN എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിക്കും A+n-1 × D എന്ന് പറഞ്ഞ് പഠിക്കും. ഓക്കെ, എടാ ഇതാണ് ജനറലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇക്വേഷൻ. ഇതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പദമാണ്. A എന്താണ്? ആദ്യ പദമാണ് എന്ത്? A എന്ന് പറയുന്നത്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? കോമൺ ഡിഫറൻസ് ആണല്ലേ. D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. A എന്ന് പറഞ്ഞാൽ ആദ്യ പദം, ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ T1 എന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇക്വേഷന് TN = T1 + n-1 × D എന്ന് എഴുതാം. ഇതാണ് എന്ത്? എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എന്നാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്? TN = T1 + n-1 × D. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ആരൊക്കെ വേണം? T1 വേണം, അതുപോലെ n വേണം, അതുപോലെ D വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ എന്നാം പദം ഏത് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 2, 4, 6 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ 20ാം പദം കാണുക, 20th ടേം കാണുക. അപ്പം 20th ടേം കാണുക എന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 20 കാണുക എന്നല്ല, 20ാമത്തെ പദം കാണുക. ഇപ്പം ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1ാമത്തെ പദമാണ്. 4 എന്ന് പറഞ്ഞാൽ 2ാമത്തെ പദമാണ്. 6 എന്ന് പറഞ്ഞാൽ 3ാമത്തെ പദമാണ്. അങ്ങനത്തെ എത്രാമത്തെ പദം? 20ാമത്തെ പദം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം TN = T1 + n-1 × D. ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഇവിടെ നമ്മളെടുത്ത് 20ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് എന്നിന് പകരം എന്തുകൊണ്ട് 20 കൊടുത്തു. അപ്പോൾ n എത്രയാണ്? ഇവിടെ 20 ആണ് n. ഇനി T1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആര്? 2 ആണ്. D എന്ന് പറഞ്ഞാൽ എന്താണ്? 4 - 2 എത്ര? 2 ആണ്. അപ്പം D ഇവിടെ 4 - 2 ആണ് 2. അപ്പോൾ അതെന്താണ്? ഞാൻ എന്തായി ഇങ്ങോട്ടേക്ക് എഴുതി. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ T20 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ T1 വരും 2 പ്ലസ് എന്നിന് വരും എത്ര? 20 - 1. ഡിക്ക് വരും എത്ര? 2. 2 പ്ലസ് 20 - 1 എത്ര? 19. 19 × 2. അപ്പോൾ 20 + 19 × 2 എത്ര? 38. 38 + 2 ആൻസർ എത്ര? 40 ആണ് ഉത്തരം. അപ്പം നമുക്ക് സ്കൂളിൽ നമ്മൾ പരീക്ഷയ്ക്ക് നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 20ാമത്തെ പദം ഏത് എന്ന് ചോദിച്ചാൽ അപ്പം സ്കൂളിൽ ഒരു പക്ഷേ ഇക്വേഷൻ എഴുതി ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാണ്ട് ഈ ഇക്വേഷൻ കണ്ട ഈ ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെയോ സൈഡിൽ വർക്ക് എഴുതുന്ന സൈഡിലോട്ട് എഴുതുക. അതിനുശേഷം അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതാ ഇവിടം മുതൽ എടുത്തങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇവിടം മുതൽ താഴോട്ട് എടുത്തെഴുതി ഇത്രയും എടുത്തെഴുതി ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം ഏത് എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 25ാം പദം 25th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെയാണേ. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ 1ാമത്തെ ടേം ഏതാണ്? 1. 2ാമത്തെ ടൈം ചോദിച്ചാൽ 11. 3ാമത്തെ ടൈം ചോദിച്ചാൽ എത്ര? 21. അപ്പോൾ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും D കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 11 - 1 എത്ര? 10 കിട്ടും. ഇനി 21 - 11 നോക്കിയാലും എത്ര തന്നെയാണ്? 10 തന്നെ. നമുക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒന്നുകൂടെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത n എന്ന് പറഞ്ഞാൽ എത്ര? 25ാം പദമാണ്. അപ്പോൾ എന്നിന് പകരം എത്ര കൊടുക്കുക? 25 കൊടുക്കുക. അപ്പം നാം പറഞ്ഞു തന്നായിട്ട് ഇക്വേഷൻ TN = T1 + n-1 × D. ഓക്കെയാണേ. TN അപ്പം എന്നിന് പകരം 25. അപ്പോൾ 25ാമത്തെ പദം നമ്മൾ മലയാളത്തിൽ എഴുതുവാണെങ്കിൽ 25ാമത്തെ പദം. ഇംഗ്ലീഷിൽ 25th ടൈം. അതിന് ഷോർട്ടാക്കി എഴുതിയേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം T1 എന്ന് പറഞ്ഞാൽ എത്ര? 1 പ്ലസ് n എത്ര? n എടുത്തെഴുതുക. 25ാം പദമല്ലേ. അപ്പോൾ 25 - 1 × D എത്ര? D നമുക്ക് കിട്ടി 10 കിട്ടി. ഇവിടെ 1 +
25 മൈനസ് 1 എത്ര? 24. 24 ഗുണം 10. 1 പ്ലസ് 240. ആൻസർ എത്ര? 241 ഉത്തരം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ 10th ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46. 10th ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക്സ് ഈസ് 46. ഇനി 11th ടൈം എന്ന് പറഞ്ഞാൽ എത്ര? 51. അപ്പം 10ാം പദം എത്ര? 46. 11ാം പദം 51. ഓക്കെയാണ്. ഇനി മലയാളം മീഡിയംകാർക്ക് നോക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം. ഓക്കെ, 10ാം പദം ചോദിച്ചാൽ എത്ര? 46. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. 11ാം പദം ചോദിച്ചാൽ എത്ര? 51. അടുത്തടുത്തുള്ള രണ്ട് പദങ്ങളല്ലേ 10ഉം 11ഉം. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് 51 മൈനസ് 46. ഉത്തരം എത്ര? 5 എന്ന് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് ഡി കിട്ടിയില്ലേ. ഇനി നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കോണേ. G10 46, G11 51. ഡി എന്ന് പറഞ്ഞാൽ 51 മൈനസ് 46 ഈസ് ഈക്വൽ ടു 5. Gn സമം G1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നല്ലേ ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ എനിക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുവാണ് 10ാം പദം തന്നേക്കുന്നു. അപ്പോൾ ഞാൻ എന്നിന് പകരം എന്ത് എഴുതി? G10 എന്ന് എഴുതി. ഓക്കെയാണേ. 10ാം പദം തന്നിട്ടുണ്ട്. അപ്പം G1 എനിക്ക് അറിഞ്ഞൂടാ, അതുപോലെ എഴുതി. ഞാൻ എന്നിന് പകരം 10 കൊടുത്തത്. അപ്പം 10 മൈനസ് 1. ഡി എത്ര? 5. ഇനി G10 എത്രയെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 46 എന്ന് തന്നിട്ടുണ്ട്. അപ്പം G1 അറിഞ്ഞൂടല്ലേ, അപ്പോഴും പ്ലസ് 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രടാ? 9. 9 ഗുണം 5 46 സമം G1 ഒന്നാം പദം അല്ലേ. 9 ഗുണം 5 എത്ര? 45. ഇനി G1 ഇവിടെ നിർത്തിയിട്ട് 45 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 46 മൈനസ് 45. 46 മൈനസ് 45 എത്ര? 1 ഉത്തരം. അപ്പോൾ ഒന്നാം പദം എത്രയാണ്? 1 കിട്ടി. അല്ലെങ്കിൽ നമുക്കിത് വേറൊരു മാർഗത്തിൽ ചെയ്യാം. ആ മാർഗം ഇങ്ങോട്ട് നോക്കിക്കോണേ. രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടേടാ, നമുക്കിപ്പം തന്നിട്ടുണ്ട് 10ാം പദം തന്നിട്ടുണ്ട് എത്ര? 46. 11ാം പദം തന്നിട്ടുണ്ട് എത്ര? 51. ഒന്നാം പദം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ഒന്നാം പദം. നമുക്ക് തന്നേക്കുന്നതിൽ ഒന്നിനോട് ഏറ്റവും അടുത്തത് 10 അല്ലേ. അപ്പം ഞാൻ 10 എടുത്ത് എഴുതി. 10ൽ നിന്ന് എത്ര കുറച്ചാലാണ് 1 കിട്ടുന്നത്? 10ൽ നിന്ന് 9 കുറച്ചാലാണ് 1 കിട്ടുന്നത് അല്ലേ. അപ്പം 10ാം പദത്തിൽ നിന്ന് 9 വട്ടം. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ആ ഓരോ വട്ടവും ആരെയാണ് നീ കുറയ്ക്കുന്നത്? കോമൺ ഡിഫറൻസിനെയാണ് കുറയ്ക്കുന്നത് അല്ലേ. അപ്പം 9 വട്ടം ആരെ കുറയ്ക്കണം? കോമൺ ഡിഫറൻസിനെ കുറച്ചാൽ ഒന്നാം പദം കിട്ടത്തില്ലേ. അപ്പം 10ാം പദം 46 മൈനസ് 9 ഗുണം ഡി എത്രയെന്ന് നമുക്ക് കിട്ടി? 51 മൈനസ് 46 5 എന്ന് കിട്ടി അല്ലേ. 5. അപ്പം 46 മൈനസ് എത്ര? 45 1. ഈ മാർഗത്തിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ 5 പദങ്ങളല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നാം പദം നമുക്കറിയാം എത്ര? 1. രണ്ടാം പദം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 5 ഡിഫറൻസ് കൂട്ടിയപ്പോൾ 6. മൂന്നാം പദം എന്ന് പറഞ്ഞാൽ എത്ര? 6 പ്ലസ് 5 11. നാലാം പദം എന്ന് പറഞ്ഞാൽ എത്ര? 11 പ്ലസ് 5 16. അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ എത്ര? 16 പ്ലസ് 5 21. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കണ്ടുവരുന്ന കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെയാണേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്? വാട്ട് ഈസ് ദി 21st ടൈം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 100 95 90? അതായത് 100 95 90 എക്സെട്ര എന്ന് പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 21ാമത് പദം ഏത് എന്നതാണ് ചോദ്യം. ഓക്കെയാണേ. അപ്പം ഇവിടെ നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? 100 95 90 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ എന്താണ്? 21ാം പദം കാണുക. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെയാണേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒന്നാം പദം ചോദിച്ചാൽ 100 അല്ലേടാ. രണ്ടാം പദം ചോദിച്ചാൽ 95 അല്ലേ. മൂന്നാം പദം ചോദിച്ചാൽ 90 ഓക്കെയാണേ. നമുക്കറിയാം ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വലിയ സ്ഥാനത്ത് നിന്ന് ചെറിയ സ്ഥാനമാണ് കുറയ്ക്കേണ്ടത്. അപ്പം രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനം കുറയ്ക്കണം. അപ്പം 95 മൈനസ് 100. ചെറുതെന്ന് വലുത് കുറയ്ക്കാൻ എങ്ങനെ ചെയ്യും? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ടാൽ മതി. അപ്പം -5 എന്ന് കിട്ടൂലേ. ഓക്കെ. ഒന്നുകൂടെ നമുക്ക് നോക്കിയാലാ. ഈ പറയുന്ന 90ൽ നിന്ന് ആരെ കുറച്ചാൽ
95 കുറയ്ക്കുന്നു. അപ്പോൾ ആൻസർ എത്ര വരും? -5. അപ്പം ഡി എന്ത് കിട്ടി? -5 കിട്ടി. അപ്പോൾ 21-ാം പദം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? അവൻ നമുക്കറിയാം TN = T1 പ്ലസ് എത്ര? N-1 ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ എന്താ ചെയ്യാം? T1 നമുക്കറിയാം T1 എത്ര? 100 പ്ലസ് N എത്ര? നമ്മളുടെ അടുത്ത് 21-ാം പദം കണ്ടുപിടിക്കാനാണ് വെച്ചാൽ അപ്പം T21 -1 ഡി എത്ര? -5. ഇവിടെ നിന്നും 100 പ്ലസ് 21 - 1 20 20 ഗുണം -5 വിച്ച് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 20 ഗുണം 5 എന്തോടാ? 20 ഗുണം 5 100 അല്ലേ? -100. അപ്പം പ്ലസും മൈനസും കൂടെ മൈനസ് ആവത്തില്ലേ? 100 - 100 ആൻസർ എത്ര വരും? 0 വരും. നമുക്ക് ഈ ഒരു മെത്തേഡിൽ കണക്ക് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡൊക്കെ ചെയ്യുമ്പോഴും ഒരു പക്ഷേ എന്താണ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഇക്വേഷൻ സൈഡിൽ വല്ലതും എഴുതിയിട്ട് അത് നോക്കിയിട്ട് ടേംസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എടാ ഇനി നമ്മുടെ അടുത്ത് 21-ാം പദമല്ലേ എടാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 21-ാം പദം നമുക്ക് 1-ാം പദം അറിയാം അല്ലേ? 1-ാം പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 21-ാം പദം കിട്ടുന്നത്? 1-ാം പദത്തിനോടൊപ്പം ഈ അതായത് കോമൺ ഡിഫറൻസ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ 1-ാം പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 21 കിട്ടും? 1-ാം പദത്തിലൂടെ 20 വട്ടം എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് കൂട്ടിയാലല്ലേടാ നമുക്ക് എത്ര 21-ാം പദം കിട്ടത്തുള്ളൂ. അപ്പോൾ 1-ാം പദം 100 പ്ലസ് 20 ഗുണം ഡി എത്ര? -5 വിച്ച് ഈസ് ഈക്വൽ ടു 100 പ്ലസ് -100 100 -100 ഉത്തരം എത്ര? 0 കിട്ടും. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും, ഈ രണ്ട് മെത്തേഡല്ല കേട്ടോ, വേറെ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒന്നെന്താണ് പഠിച്ചു വെക്കണം. ഇത് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഏതാണോ ആ മെത്തേഡ് എന്ത് ചെയ്യുക? ഉപയോഗിച്ചോണം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 56. 11th ടേം ചോദിച്ചാൽ എത്ര? 51 ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മലയാളം നോക്കടാ. മലയാളം മീഡിയംകാർ നോക്കുന്ന സമയത്ത് ഒരു സമാന്തര ശ്രേണിയിലെ 10-ാം പദം 56, അതുപോലെ തന്നെ എന്താണ് 11-ാം പദം 51. അപ്പം ശ്രേണിയിൽ 1-ാമത്തെ പദം കാണുക. അപ്പം എഴുതിയ ആദ്യം നമ്മളെന്താണ് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാൻ പഠിക്കണം കേട്ടോ. ഇപ്പം 10-ാം പദം T10 56, T11 എന്ന് പറഞ്ഞാൽ എത്ര? 51. ഡി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 51 - 56 അല്ലേ? 51 - 56 -5 അത്രയേ ഉള്ളൂ. ഇനി ശ്രേണിയിലെ 1-ാമത്തെ പദം. അപ്പോൾ 1-ാമത്തെ പദം കണ്ടുപിടിക്കാൻ എളുപ്പമാർഗ്ഗം പറയുകയാണ് കേട്ടോ. ഏറ്റവും സ്റ്റെപ്പ് പരിപാടി ചെയ്യാം. 1-ാമത്തെ പദം കാണണം. നമുക്ക് 1-നോട് ഏറ്റവും അടുത്ത 10 അല്ലേ ഇടാൻ വന്നേക്കുന്നത്? 10-ൽ നിന്ന് എത്ര കുറച്ചാൽ 1 കിട്ടും? 10-ൽ നിന്ന് 9 കുറച്ചാൽ 1 കിട്ടും അല്ലേ? അപ്പം 10-ൽ നിന്ന് 9 വട്ടം ഡി കുറച്ചാൽ ആലോചിച്ചാൽ മതി. അപ്പം 10-ാം പദം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 56 - 9 ഗുണം ഡി എത്ര? -5. അതിൽ നിന്ന് 56 -45 വിച്ച് ഇസ് ഈക്വൽ ടു 56 പ്ലസ് 45. ആൻസർ എത്ര? 50 40 90 96 5 101 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 1-ാം പദം ഏത്? 101 ആണ്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് 1-ാം പദം കിട്ടിയത് 101 കിട്ടി. അപ്പോൾ 2-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 101 അധികം ഏത്? കോമൺ ഡിഫറൻസ് -5. 101 അധികം -5 ചെയ്യുമ്പോൾ 101 -5 ആൻസർ എത്ര? 96. T3 ചെയ്യുമ്പോൾ എന്താണ്? 96 പ്ലസ് എപ്പോഴും മുമ്പിലോട്ട് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൂട്ടണം, പൊതു വ്യത്യാസം കൂട്ടണം. പൊതു വ്യത്യാസം മൈനസ് ആയതുകൊണ്ട് +-5. അപ്പോൾ എത്ര വരും? 91. T4 ചെയ്യുമ്പോൾ എത്ര വരും? 91 പ്ലസ് -5. അപ്പോൾ എത്ര? 86. തിരിച്ച് എണ്ണി നോക്കണം നമ്മൾ. 86 കഴിഞ്ഞിട്ട് 87 88 89 90 91 അല്ലേ വരുന്നതെന്ന് നോക്കണം. അപ്പം T4 കിട്ടി. T5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും 86 പ്ലസ് -5 എത്ര? 81. ഇതാണെന്ത്? ആദ്യത്തെ 5 പദങ്ങൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അങ്ങോട്ട് ചെയ്തു പോവാം. ഈ പറയുന്ന 10 വരെ എന്താണ്? 10-ാം പദം 56 ആവുമെന്ന് നോക്കാം. T6 നോക്കാം. T6 എന്ന് പറഞ്ഞാൽ എത്ര? 81 പ്ലസ് -5. 81 -5 പോയാൽ എത്ര? 76. T7 എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചാൽ പോയി. 76 -5 എത്ര? 71.
ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 71 മൈനസ് 5. അപ്പോൾ എത്ര വരും ഇവിടെ? 66 വരും. ടി 9 എന്ന് പറഞ്ഞാൽ എത്ര? 66 മൈനസ് 5. 66 മൈനസ് 5 61. ടി 10 എന്ന് പറഞ്ഞാൽ എത്ര? 61 മൈനസ് 5. 61 മൈനസ് 5 എത്ര വരുന്നത്? 56 വരുന്നില്ലേ? അപ്പം നമ്മൾ ഈ പറയുന്നത് ചെയ്തതെല്ലാം ശരിയല്ലേ വരുന്നത്? ഓക്കെ. അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പിക്ക് കൃത്യമായും പഠിച്ചിരിക്കണം കേട്ടോ.